ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും മനോഹരമായ ഈ സന്ധ്യയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിച്ചിരിക്കുന്നു. അതോർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും ഈ രാത്രിയിൽ ഈ വചന പഠനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വെളിപാട് പുസ്തക പഠനത്തിൽ ഏതാനും ആഴ്ചകളിൽ ഒരു ഇടവേള ഉണ്ടായതുകൊണ്ട് നമ്മൾ എവിടെ പഠിച്ചു നിർത്തി, ഇനി എവിടെ പഠിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു കൺഫ്യൂഷൻ ഒരുപക്ഷെ ഉണ്ടായേക്കാം. 14 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് 15ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം ആയിരിക്കുന്ന 144,000 പേരെയും അതിനുശേഷം നിത്യ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്ന സ്വർഗീയ ദൂതനെയും അതോടൊപ്പം തന്നെ മറ്റ് പല ദൂതന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. മാത്രവുമല്ല, ഭൂമിയിൽ നടക്കുന്നതായിട്ടുള്ള ഒരു വലിയ കൊയ്ത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ആ കൊയ്ത്തിന്റെ അവസാനത്തിൽ ഹർമഗദോനിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധത്തിന്റെ തീവ്രത എന്തായിരിക്കും എന്നുള്ളതും നമുക്ക് അവസാനത്തെ വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് 15ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 15ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 16ാമത്തെ അധ്യായത്തിന്റെ ഒരു മുഖപുരയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആമുഖം, ഒരു ഇൻട്രഡക്ഷനാണ്. 16ാമത്തെ അധ്യായത്തിൽ നടക്കുവാൻ പോകുന്നതായ സംഭവങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ടുള്ളതായ സംഭവങ്ങൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ 15ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8 വാക്യങ്ങൾ മാത്രമാണ് 15ാമത്തെ അധ്യായത്തിൽ ഉള്ളത് എന്നോർക്കണം. 16ാമത്തെ അധ്യായത്തിൽ നടക്കുവാൻ പോകുന്നത് ഒരു മഹാസംഭവമാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ 6ാമത്തെ അധ്യായം മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് 3 തലത്തിൽ നടക്കുന്നതായ ദൈവിക ന്യായവിധികളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 3 സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്. അതിൽ 1ാമത്തെ സീരീസ് എന്ന് പറയുന്നത് 7 മുദ്രകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 6ാമത്തെ അധ്യായം മുതൽ നമ്മൾ കണ്ടു. അതിനുശേഷം അതിനെ തുടർന്ന് സംഭവിക്കുന്നത് 7 കാഹളങ്ങൾ, 7 ട്രംപറ്റ്സ്. 7 കാഹളങ്ങൾ, 7 ദൂതന്മാർ ഊതുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. 7ാം കാഹളനാദത്തിന്റെ കാലത്തിങ്കൽ തുടർന്ന് വരുന്നതായ 3rd സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്, 3ാമത്തെ സീരീസ് ഓഫ് ന്യായവിധിയാണ് 16ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. 7 wrath of bow, 7 പൊൻ ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് 7 ദൂതന്മാരാൽ ഒഴിക്കുന്നു. ആ സമയത്ത് ഭൂമിയിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് 2 സീരീസ് ഓഫ് ജഡ്ജ്മെന്റുകളിലും ഉണ്ടായതിനെക്കാട്ടിലും ഏറ്റവും തീവ്രതയേറിയതായ ന്യായവിധിയാണ് 16ാമത്തെ അധ്യായത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ഓർത്തുകൊള്ളണം. നാം നോക്കുന്നതായിട്ടുള്ള സമയത്ത് മറ്റ് 1ഉം 2ഉം സീരീസ് ജഡ്ജ്മെന്റുകൾ ചില അധ്യായങ്ങളിൽ കൊണ്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ ഓർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ 3rd സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്, 7 പൊൻ ക്രോധ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുന്നത് ഒറ്റ ചാപ്റ്റർ കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. 16ാമത്തെ ചാപ്റ്ററിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് എന്തുകൊണ്ട് ദീർഘിപ്പിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ വൃതന്മാർ മുഖാന്തരം ആ നാളുകൾ ചുരുങ്ങും എന്ന് കർത്താവ് യേശു തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നത് നീട്ടിയാൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അത്ര നിരയിലുള്ളതായ ക്രോധകലശങ്ങളാണ്, സംഭവങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാളുകൾ ചുരുക്കിയിരിക്കുകയാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഒറ്റ അധ്യായത്തിൽ തന്നെ 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്ന രംഗം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു, 15ാമത്തെ അധ്യായം 16ാമത്തെ അധ്യായത്തിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നാന്ദി കുറിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ നമുക്ക് 15ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ 15ാമത്തെ അധ്യായത്തിന്റെ
വാക്യങ്ങൾ, 8 വാക്യങ്ങളേ ഉള്ളൂ. ഞാനത് വേഗം നമുക്ക് വായിക്കാം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവ ക്രോധം തീർന്നു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീ അല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്തെ പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. വലുതും ഭയങ്കരവുമായിട്ടുള്ളതായ ഒരു അടയാളമാണ് യോഹന്നാൻ അപ്പോസ്തോലൻ 15-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ കാണുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന് തന്നെ സ്വർഗത്തിൽ കണ്ടതായ ആ അടയാളം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ കഴിഞ്ഞു പോയതായ 1ഉം 2ഉം സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് പോലെയല്ല, 3ആം സീരീസ് ഓഫ് ജഡ്ജ്മെന്റ് അതിന്റെ തീവ്രത, അതിന്റെ ഭയാനകത്വം, അത് എത്രത്തോളം വളരെ വലുതായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ 3ആമത്തെ ബാധ അല്ലെങ്കിൽ 3ആമത്തെ ന്യായവിധി എന്ന് പറയുന്നത് അത്രത്തോളം പ്രത്യേകതയുള്ളതായ ഒന്നാകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെയാണ് അദ്ദേഹം കാണുന്നത്. അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതോടുകൂടെ ദൈവ ക്രോധം തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ 16-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം: 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇവിടെ ഓർക്കണം, 6-ാമത്തെ അധ്യായം മുതൽ തുടങ്ങി വെക്കുന്നതായിട്ടുള്ളതായ ദൈവ കോപം അതിന്റെ മൂർധന്യത്തിലെത്തി അവസാനിക്കുന്നതായിട്ടുള്ള രംഗമാണ് 15-16 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. തുടർന്നും അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? 3ആമത്തെ സീരീസിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നത്? ഇവരുടെ കയ്യിൽ എന്താണ്? പൊൻകലശങ്ങൾ, 7 പൊൻകലശങ്ങൾ, 7 ഗോൾഡൻ ബോൾസ് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൊൻക്രോധ കലശം. ഈ പൊൻക്രോധ കലശം 7 ദൂതന്മാരാൽ ഭൂമിയിലേക്ക് ഒഴിക്കുകയാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ കോപം, ദി ആങ്കർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദ റാത്ത് ഓഫ് ഗോഡ്. നമ്മൾ കഴിഞ്ഞ അധ്യായം 14-ാമത്തെ അധ്യായത്തില് നമ്മൾ ഒരു വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 3ആമത്തെ ദൂതൻ 9-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 3ആമത്തെ ദൂതൻ കൊടുക്കുന്നതായ ഒരു സന്ദേശം അവിടെയുണ്ട്. 3ആമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്: മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവിടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ വാക്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ,
ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധ മദ്യം കുടിക്കേണ്ടി വരും. 14-ാമത്തെ അധ്യായത്തിൽ ഒരു എക്സ്ട്രാ ദൂതനെ അയച്ചിട്ട്, നമ്മളിപ്പം 7 മുദ്രകൾ ഓപ്പൺ ചെയ്യുന്നു, പിന്നീട് 7 കാഹളങ്ങൾ ഊതുന്ന 7 ദൂതന്മാരുണ്ട്. അതിനുശേഷം ഇപ്പോൾ 7 ദൂതന്മാരുടെ കയ്യിൽ ക്രോധകലശം. ഇത് കൂടാതെ ഇൻ ബിറ്റ്വീൻ ചില ദൂതന്മാരുടെ ശുശ്രൂഷ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു എന്ന് ഓർക്കണം. അങ്ങനെ എക്സ്ട്രാ ആയി അയച്ചതായിട്ടുള്ള ഒരു ദൂതൻ എന്ത് ചെയ്യുകയാണ്? ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്, മൃഗത്തെയോ അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ, അതായത് പിശാചിനെ, അന്തിക്രിസ്തുവിനെ, കള്ളപ്രവാചകനെ, അവർ പറയുന്നത് കേട്ട് അവരെ അനുസരിക്കുകയും അവരുടെ വഴികളിൽ പോവുകയും അവർ കൊടുക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ പ്രകാരം ജീവിക്കുകയും അവരുടേതായ മാർഗങ്ങളിൽ ചരിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യേണ്ടി വരും? ദൈവകോപത്തിന്റെ ആ ക്രോധം, കലർപ്പില്ലാത്തതായ ക്രോധമദ്യം കുടിക്കേണ്ടി വരും. വാണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, മുന്നറിയിപ്പ് ഓൾറെഡി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മാനസാന്തരപ്പെടുകയും മനം തിരിയാതെയും രൂപാന്തരപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നവന്റെ മേൽ 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ദൈവകോപം നമ്മൾ ഇവിടെ വായിച്ചല്ലോ. എന്താണ്? ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാർ. ആ 7 ദൂതന്മാർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊങ്കച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അവിടെ 7-ാമത്തെ വാക്യം, അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. നമ്മൾ 14-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ കണ്ട എന്താണ്? ദൈവത്തിന്റെ ക്രോധമദ്യം. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ആ ക്രോധം, ദൈവത്തിന്റെ റാത്ത് ഓഫ് ഗോഡ് ഓർ ദി ആങ്കർ ഓഫ് ഗോഡ്, അത് ഈ ദൂതന്മാരുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ഒരു ചെറിയ ആത്മീയ ചിന്ത നിങ്ങളെ ഓർമ്മിപ്പിച്ചതിന് ശേഷം വേഗം മുൻപിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള ഒരു ദൈവമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും നാം നരകത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടല്ല. ദൈവം സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം ഒരിക്കലും നാം ആരും നരകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഞാൻ കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിപ്പിച്ചതായിട്ടുള്ള സമയത്ത് 4-ാമത്തെ അധ്യായത്തിൽ നിന്നും ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. സമാന്തരമായിട്ട് പോകുന്ന 2 ലൈനുകൾ ആരംഭിക്കുകയാണ്. ഒന്ന് കയീന്റെ ലൈൻ, 2 ഹാബേലിന്റെ ലൈൻ. അതായത് ദൈവത്തിന്റെ മക്കളുടെ ലൈനും പിശാചിന്റെ മക്കളുടെ ലൈനും ആയിട്ട് 2 തലമുറകൾ ഫോം ചെയ്തു വരുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. ദൈവം ഈ ലോകം ഉണ്ടാക്കിയതും സ്വർഗം ഉണ്ടാക്കിയിരിക്കുന്നതും ഏദൻ തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നതും ദൈവ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ ഈ പ്രത്യേകമായിട്ട് നരകം അവൻ ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. പക്ഷെങ്കിൽ എന്താണ്? കയീന്റെ വഴിയിൽ കൂടെ പോകുന്നവൻ അവൻ അവസാനം എവിടേക്കേ പോകത്തുള്ളൂ? നരകത്തിലേക്ക് പോവുകയുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം നമ്മളെ സ്നേഹിച്ച് അവൻ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു എന്ന് ഓർത്തുകൊള്ളാം. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരമാണ്, നമ്മുടെ രൂപാന്തരമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ തന്റെ കോപം ചരതിച്ചു വയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. ഞാൻ ഒരു വാക്യം വേഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 2ഉം 6ഉം വാക്യങ്ങൾ ഞാൻ വേഗം ഒന്ന് വായിക്കാം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 2ഉം 6ഉം വാക്യങ്ങൾ. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി 6-ാമത്തെ വാക്യം, അവന്റെ ക്രോധത്തിന്റെ മുൻപിൽ ആർ നിൽക്കും? അവന്റെ ഉഗ്രകോപത്തെങ്കിൽ ആർ നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. എത്ര ശക്തിമത്തായിട്ടുള്ളതായ വാക്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഓർക്കണം. ഈ വാക്യങ്ങളെല്ലാം സത്യമാണ്. ഈ വചനങ്ങൾ സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടു വെച്ചിരിക്കുന്നതായിട്ടുള്ള വചനങ്ങളാണെന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തോളും. അതുകൊണ്ട് നഹൂം പ്രവാചകനിൽ കൂടെ തന്നെ ഇവിടെ പറയുകയാണ്, ദൈവം ക്രോധം സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. ആ ക്രോധം എന്ത് ചെയ്യുകയാണ്? ഒരു കാലത്ത് അവൻ തീ പോലെ ചൊരിയുവാനായിട്ട് ഇടയായിത്തീരും, പാറകൾ അതിനാൽ പിളർന്നു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് സങ്കീർത്തന പുസ്തകം
തൊണ്ണൂറാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം, 90-ാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആ. നിന്റെ കോപത്തിന്റെ ശക്തി, നിന്റെ കോപത്തിന്റെ ശക്തിയും അതോടൊപ്പം തന്നെ നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആ. ദൈവക്രോധത്തിന്റെ മുൻപിൽ മനുഷ്യനെ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 2:3 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. കോപം അല്ലെങ്കിൽ ദൈവക്രോധം നമ്മുടെ മേൽ ചൊരിയേണ്ടതായിരുന്നു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവം എന്താ നമുക്ക് ചെയ്തത്? നമ്മെ സ്നേഹിച്ച് മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിലായിരുന്നു മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് കാണുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ പാപത്തെ സ്നേഹിച്ചപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? കോപത്തിന്റെ മക്കളായിട്ട് മാറി എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ ഒരു വാക്യം കൂടെ റോമാലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 5ഉം 8ഉം വാക്യങ്ങള് വേഗം ഞാൻ വായിക്കാം. റോമാലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 5, 8 വാക്യങ്ങൾ. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ഇനിയും അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഈ വാക്യങ്ങളിൽ നിന്നൊക്കെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിച്ചത് ദൈവകോപത്തിന്റെ തീഷ്ണത. ദൈവകോപം എന്നുള്ളത് മസ്റ്റായിട്ടും ഭൂമിയിൽ സംഭവിക്കും. അതിനു മുന്നമേ ദൈവം നമുക്ക് വാണിംഗ് തന്നുകൊണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെടുക, രൂപാന്തരപ്പെടുക, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവകോപം ഈ ഭൂമിയിൽ ചൊരിയും. ഭൂമിയിൽ ദൈവത്തെ അനുസരിക്കാത്തവന്റെ തലമേൽ അത് വരും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഇന്ന് നമ്മൾ വിചാരിക്കും, എന്താ നമ്മൾ ചെയ്യുന്നതിനൊന്നും ദൈവം പ്രതികരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും പരിഹാസങ്ങൾക്കും നിന്ദകൾക്കും ഒന്നും കർത്താവെ നീ എന്തുകൊണ്ട് പകരം ചെയ്യുന്നില്ല? നമ്മൾ കണ്ടല്ലോ 8-ാമത്തെ അധ്യായത്തിൽ അന്ന് അറുക്കപ്പെട്ടതായിട്ടുള്ള ആത്മാക്കള് യാഗപീഠത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ സത്യവാനായിട്ടുള്ള നാഥ നീ ഇത് കാണുന്നില്ലയോ? ഞങ്ങൾ അറുക്കപ്പെടുന്നു, നീ എന്താ ചെയ്യാത്തെ? അപ്പോഴും കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങളെ പോലെ ഇനി അറുക്കപ്പെട്ട് വരാനായിട്ടുണ്ട്. ഇന്ന് എല്ലാവരും വിചാരിക്കും ദൈവം പ്രതികാരം ചെയ്യുന്നില്ല, ദൈവം മറുപടി ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കോപ ദിവസം താമസിപ്പിക്കുകയാണ്. നാം മാനസാന്തരപ്പെടുമെന്നുണ്ടെങ്കിൽ, രൂപാന്തരപ്പെടുമെന്നുണ്ടെങ്കിൽ, രക്ഷയിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് അവൻ അത് താമസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഓർത്തുകൊള്ളാം. എന്നാൽ ഒരു നാളിൽ അവൻ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിക്കും. അതാർക്കും തടയാനായിട്ട് പറ്റുകയുമില്ല. അന്നാരുടെയും പ്രാർത്ഥനയും കർത്താവ് കേൾക്കാനായിട്ട് പോകുന്നുമില്ല എന്നുള്ളത് കൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർത്തുകൊള്ളാം. ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ, നമ്മൾ വേദനിക്കുന്നു, നമ്മൾ സങ്കടപ്പെടുന്നു, പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാത്തതെന്നൊക്കെ ചിന്തിക്കും. ദൈവമക്കളെ, താഴേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ന്യായവിധി ദിവസത്തിൽ ദൈവം തന്റെ ക്രോധമദ്യം ഭൂമിയിലേക്ക് ഒഴിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മാനസാന്തരപ്പെടുവാനായിട്ട് നമുക്ക് നാഴികകൾ തന്നിരിക്കുന്നു. അനുദപിച്ച് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ക്രോധ മദ്യത്തിൽ നിന്ന്, കോപത്തിൽ നിന്ന് നമുക്ക് തെറ്റിയൊഴിഞ്ഞ് നിൽക്കുവാനായിട്ട് കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ അന്ത്യ ന്യായവിധിക്ക് വിധേയരായി തീരും എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 7 കലശങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 7 കലശങ്ങളും 7 റാത്ത് ഓഫ് ബൗൾ, ആ ബൗളിന്റെ വായെന്ന് പറയുന്നത് അതിന്റെ ആ വലിയ തുറന്നിരിക്കുന്ന വായാണ്. കാരണം പെട്ടെന്ന് അതിങ്ങനെ ഒഴിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്, പെട്ടെന്ന് ഒഴിച്ചു തീർക്കുന്നതായിട്ടുള്ള അനുഭവമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. മത്തായിയുടെ സുവിശേഷം ഞാൻ മുമ്പേ അത് ഓർമ്മിപ്പിച്ചു എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങളിൽ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും
ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകാരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം ഈ അവസാനത്തെ ജഡ്ജ്മെന്റോടുകൂടെ കടന്നു വരുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 7 മുദ്ര ഓപ്പൺ ചെയ്തു, പല അനിഷ്ട സംഭവങ്ങൾ ഭൂമിയിൽ നടന്നു, മാനസാന്തരമില്ല. 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഭൂമിയിൽ അനേക സംഭവങ്ങൾ നടക്കുന്നു, ജനത്തിന് അനുതാപമില്ല, മാനസാന്തരമില്ല, പിന്മാറി പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തോ സംഭവിച്ചു? നമ്മള് റോമാലേഖനത്തിൽ വായിച്ചല്ലോ, ദൈവം കോപം ചരടിച്ചു വയ്ക്കുകയാണ്. നഹൂമിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, ദൈവം കോപം സംഗ്രഹിച്ചു വയ്ക്കുകയാണ്. 7 മുദ്രകൾ ഓപ്പൺ ചെയ്തു, മാറ്റമില്ല. കാഹളങ്ങൾ മുഖാന്തരമുള്ളതായ ന്യായവിധികൾ, അനിഷ്ട സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുന്നു, ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ കോപം അവൻ സംഗ്രഹിച്ച് ചരടിച്ച് കൂട്ടി വെച്ചോണ്ടേയിരിക്കുക. ഒറ്റയടിക്ക് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതാത് സമയത്ത് വരികയല്ല. ഇത് അവൻ കൂട്ടി വെക്കുകയാണ്. കൂട്ടി അവന്റെ ക്രോധ കലശം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഒറ്റ ഒഴുക്കിയാണ്. ഒരു കമത്ത് ഭൂമിയിലേക്ക് കമത്തുന്നതായിട്ടുള്ള രംഗമാണ് ഇവിടെ കാണുന്നത് എന്ന് ഓർത്തുകൊള്ളും. അത് വളരെ പെട്ടെന്ന് ഒഴിച്ച് തീർക്കുന്നു എന്ന് കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 2 പത്രോസിൽ മനോഹരമായിട്ടൊരു വാക്യം കിടപ്പുണ്ട്, അതുകൂടെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. 2 പത്രോസ് 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുകയാണ്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? വേർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? ഇത് ചോദിക്കുന്നത് ആരാണ്? 4-ാമത്തെ വാക്യം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. വല്ല മനസ്സിലായോ എന്നാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഇന്നത്തെ കാലത്തെ കുറിച്ചായി പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ മുതൽ ഇങ്ങോട്ട് പ്രസംഗിച്ച് തുടങ്ങിയിരിക്കുക. എന്താണ്? കർത്താവ് വരുന്നു അല്ലേ? നമ്മൾ ഈ നാളുകളിലൊക്കെ ആര് പ്രസംഗിച്ചു കഴിഞ്ഞാലും കൂടുതലും ആൾക്കാർ എന്താ പറഞ്ഞത്? കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനിടയിൽ ചില വിദ്വാൻമാർ ചോദിക്കുന്നുണ്ട്, വേർ ഈസ് ഹിസ് പ്രോമിസ് അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പത്രോസ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെച്ച സംഗതിയായത്. 21-ാമത്തെ നൂറ്റാണ്ടിൽ അക്ഷരം പ്രതി ഇത് സംഭവിക്കണം എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇന്ന് ആരാ ഇത് ചോദിക്കുന്നത്? അവിടെ പത്രോസ് തന്നെ പറയുന്നത്, പരിഹാസികൾ പരിഹാസത്തോടെ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ് ഇതെന്ന് ഓർത്തുകൊള്ളണം അല്ലെ? പിതാക്കന്മാരുടെ കാലം മുതൽ പോലെ തന്നെ കാര്യങ്ങളെല്ലാം പോകുന്നു. വചനം സത്യമല്ല, കർത്താവ് 2ാമത് വരുമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണ്. ഉൽപ്പത്തി പുസ്തകം സത്യമല്ല, വെളിപ്പാട് പുസ്തകം സത്യമല്ല. ഇതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്തുവാനും മനുഷ്യനെ പേടിപ്പിക്കുവാനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഇതൊക്കെ മിത്തുകളാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ക്രിസ്തീയ ഗോളത്തിലുള്ളതായ ആളുകൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ പറയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യമല്ല, വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞ ചുമ്മാതെ മിത്തിക്കൽ സ്റ്റോറിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. കാരണം എന്താ? എങ്ങനൊക്കെ നടന്നിട്ടും ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, നീതിമാനാണ് പന പോലെ തഴയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട് എന്താ? നീതിമാനായിട്ടുള്ളവൻ 73-ാം സങ്കീർത്തനത്തിലൊക്കെ വരുന്നുണ്ട്. നീതിമാന്റെ സങ്കടം എന്തുവാ? ദുഷ്ടന് യാതൊരു കുഴപ്പവുമില്ല, അവനിങ്ങനെ വളർന്ന് പോവുക. ദിനംതോറും അവന് വെച്ചടി കയറ്റം മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് നീതിമാന്റെ ഹൃദയം സങ്കടപ്പെടുകയും വ്യസനിക്കുകയും ദൈവത്തോട് പരിഭവം പറയുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നോക്കുന്നുണ്ട് എന്താ? ദുഷ്ടത ചെയ്യുന്നവർ യാതൊരു കുഴപ്പവുമില്ല, അവരെന്നും ഇങ്ങനെ അടിക്കടി മേൽക്കമേൽ വർദ്ധിച്ചു പൊക്കോണ്ടിരിക്കുക. അവൻ ദൈവത്തെ പരിഹസിക്കുന്നു, ദൈവവചനത്തെ നിന്ദിക്കുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലെന്ന് പറയുന്നു, പണ്ട് മുതലുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അധിക്ഷേപിക്കുന്നു, ദൈവജനത്തെ അധിക്ഷേപിക്കുന്നു, ദൈവവചനത്തെ അധിക്ഷേപിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താണ്? സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞ് കൊള്ളുവീൻ. ദൈവമക്കളെ,
ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഇത് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവം ന്യായം വിധിക്കത്തില്ല എന്നാണ് പരിഹാസികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ന്യായവിധിയുണ്ട്, അത് മസ്റ്റായിട്ടും നടക്കുമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇനി രണ്ടാമത്തെ വാക്യം മുതലുള്ള ഏതാനും ചില കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് 16-ാമത്തെ അധ്യായത്തിലേക്ക് സമയത്തിന്റെ ക്രമം അനുസരിച്ച് നമുക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ വാക്യത്തില് തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് തീ കലർന്ന ഒരു പളുങ്ക് കടൽ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹാസനത്തിനും പളുങ്കിനൊത്ത മാലിന്യമില്ലാത്തതായിട്ടുള്ള ഗ്ലാസ് ഓഫ് സീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വെളിപ്പാടിൽ തന്നെ 4:6 നമ്മൾ കാണുന്നത് സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് ഓഫ് സീ, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, മാലിന്യമില്ലാത്തതായ ഒരു അനുഭവത്തെയാണ് നമുക്ക് അവിടെ കാണുന്നത്. നമ്മൾ സമാഗമന കൂടാരം പഠിച്ചപ്പോഴും കണ്ടു. പ്രാകാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആദ്യമേ താമ്രയാഗപീഠം കാണുവാൻ കഴിയുന്നു. താമ്രയാഗപീഠം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താമ്ര കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലാവർ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധ സ്ഥലത്തേക്ക് സമാഗമന കൂടാരത്തിലേക്ക് പുരോഹിതന്മാർക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സമാഗമന കൂടാരം എന്തിന്റെ നിഴലാണ്? സ്വർഗത്തിന്റെ നിഴലാണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പുറപ്പാട് പുസ്തകത്തിലെ 25-ാമത്തെ അധ്യായം മറന്നുപോയെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഇനിയും എബ്രായ ലേഖനത്തിനകത്തും ആ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ വേഗം പറയാം. 8-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാം? ആ വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം സ്വർഗത്തിലുള്ളതായ ദേവാലയത്തിന്റെ ഒരു പതിപ്പാണ്, ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ് സീനായി മലമുകളിൽ വെച്ച് മോശയ്ക്ക് കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഓർത്തോളം. അതിൻ പ്രകാരമാണ്, ആ മാതൃക പ്രകാരമാണ് മോശ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇവരെവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? സ്വർഗത്തിന്റെ നിഴലായതിൽ അവര് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ, സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ അവരെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ എവിടെയാണ്? നമ്മൾ ഇവിടെ കാണുന്ന ഒരു ടൈപ്പ് മാത്രമാണ് കണ്ടത്, ഒരു മാതൃക മാത്രം. ഇതിന്റെ ഒറിജിനൽ എവിടെയാണ്? അത് സ്വർഗത്തിലാണ് എന്ന് ഓർത്തുകൊള്ളാം. സ്വർഗത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പളുങ്ക് കടൽ. ഇവിടെ താമ്രക്കടലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഓർക്കണം സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ പളുങ്ക് കടൽ ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ പളുങ്ക് കടലിന്റെ കളർ എന്താണ്? ഇപ്പം തീ കലർന്നതായിട്ടുള്ളതായ പളുങ്ക് കടൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. സീ ഓഫ് ഗ്ലാസ് മിങ്കിൾഡ് വിത്ത് ഫയർ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കണ്ടപ്പോൾ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, കാരണം മാലിന്യം ഇല്ല, മായമില്ലാത്തതായിട്ടുള്ള കണ്ണാടിക്കടൽ. ഇവിടെ വന്നപ്പോൾ ആ കണ്ണാടിക്കടലിന് തീ കലർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു നിറമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ മാലിന്യം ഉണ്ടായി എന്നുള്ളതല്ല അതിനർത്ഥം. അതിന്റെ കരയിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം. അതിന്റെ കരയിൽ ആരാ നിൽക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കിന് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാ പറയുന്നത്. അപ്പോൾ ഈ പളുങ്ക് കടലിന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള പളുങ്ക് കടലിന്റെ ചുറ്റും നിൽക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്? അതായത് ഈ മഹാപീഡന കാലത്ത് അന്തിക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും പിശാചിന്റെയും ഒക്കെ പീഡനത്തിൽ കൂടെ കടന്നുപോയവർ, അറുക്കപ്പെട്ടവർ, വലിയ ശോധനയിൽ കൂടെ കടന്നുപോയവർ, അവരാണ് രക്തസാക്ഷികളായി തീർന്നതായ ആളുകളാണ്. അപ്പോൾ അത് വലിയ ശോധനയിൽ കൂടെയാണ് അവര് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. വലിയ ശോധനയിൽ കൂടെ
ആ ശോധനയിൽ കൂടെ കടന്നു വന്ന രക്തസാക്ഷികളായിട്ടുള്ളതായ വിശുദ്ധന്മാർ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ തീയിൽ കൂടെ ശോധന ചെയ്യപ്പെട്ടവരാണ്. തീയിൽ കൂടെ എന്നപോലെ ശോധന ചെയ്തെടുക്കപ്പെട്ടതായ വിശുദ്ധന്മാരാണ് പീഡനകാല വിശുദ്ധന്മാരെന്ന് ഓർത്തുകൊള്ളാം. അതിനെ കാണിക്കാൻ വേണ്ടി, അതിന്റെ തീവ്രതയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് തീ കലർന്ന പളുങ്ക് കടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഗ്ലാസ് ഓഫ് സീ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, കണ്ണാടി കടൽ എന്നാ പറയുന്നത്. കണ്ണാടി എന്തിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം നാം നോക്കിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കണ്ണാടിക്കടൽ എന്ന് പറയുമ്പോൾ, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റും നിൽക്കുന്നവർ കടന്നു വന്നതായ തീവ്രതയേറിയ ശോധന, അഗ്നി ശോധനയിൽ കൂടെ കടന്നു വന്നവർ. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ അല്ലെ. അപ്പോൾ ഒരു ദൈവ പൈതൽ അഗ്നിശോധനയിൽ കൂടെ ഈ ഭൂമിയിൽ കടന്നു പോകുമെന്ന് ഓർക്കണം. അതിന്റെ പ്രതിബിംബമാണ് ഇവിടെ ഈ കണ്ണാടിക്കടൽ ഇപ്പോൾ തീ കലർന്ന പളുങ്ക് കടലായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. പിന്നെ അവിടെ ചെയ്യുന്നത് എന്താണ്? അവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടുന്നു. 2 ഗാനങ്ങൾ അവർ ഈ പളുങ്ക് കടലിനടുത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തുകൊള്ളാം, സംഗീത സാന്ദ്രമായിട്ടുള്ളതായ ഒരു അനുഭവമാണ്. സ്വർഗത്തിൽ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിപ്പിന്റെ അനുഭവം മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള വേളയിൽ നമ്മൾ ഓർക്കും, സ്വർഗത്തിൽ ആരാധന മാത്രം. അതെ, പാട്ടും ആരാധനയും, പരിശുദ്ധൻ 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 എന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള ആരാധന സംഗീത സാന്ദ്രമായിട്ടുള്ള അനുഭവമാണെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് നമ്മളും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഭൂമിയിലും ഈ സംഗീതം മാത്രം മതി, ഈ സംഗീത സാന്ദ്രമായിട്ടുള്ള അനുഭവം മാത്രം മതി, ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള അനുഭവം മാത്രം മതി എന്നുള്ളതായ ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എവിടേക്ക് പോകുന്നു? ഈ സംഗീതത്തിന്റെ പുറകെയും ഈ സ്തുതിപ്പിന്റെ പുറകെയും അങ്ങ് പോവുകയാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ആലോചിച്ചോണം ദൈവമക്കളെ. സ്വർഗത്തിൽ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടേണ്ട യാതൊരാവശ്യവും ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വർഗത്തിൽ ദൈവവചനവും കേട്ട് മാനസാന്തരപ്പെടുകയോ ശുദ്ധീകരിക്കപ്പെടേണ്ടതോ ആവശ്യകത അവിടെ ഇല്ല. അവിടെ ദൈവവചനം ഉണ്ടായിരിക്കത്തില്ല. ദൈവവചനം എവിടെയാ ഉള്ളത്? ഇവിടെയാ ഉള്ളത്. ഇന്ന് നമ്മുടെ മധ്യത്തിലാ ഉള്ളത്. കാരണം അവിടെ ഉള്ളത് ആരാ? അഗ്നിശോധനയിൽ കൂടെ കടന്നു പോയതായിട്ടുള്ള ദൈവത്തിന്റെ ജനമാണ്. ഇനി അവർക്ക് മാനസാന്തരപ്പെടാനായിട്ടും ശുദ്ധീകരിക്കപ്പെടാനായിട്ടും ഒരു മാലിന്യവും അവർക്കില്ല. കഴുകപ്പെട്ടവരവിടെ നിൽക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. മായമില്ലാത്തവരവിടെ നിൽക്കുന്നത്, മാലിന്യപ്പെടാത്തവരവിടെ നിൽക്കുന്നത്, മാലിന്യമുള്ളവനവിടെ കയറാൻ പറ്റത്തില്ലെന്ന് ഓർക്കണം. അവിടെ പിന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ആവശ്യമില്ല. അവിടെ പിന്നെ എന്താ ഉള്ളത്? സ്തുതി മാത്രമേ ഉള്ളൂ, ആരാധന മാത്രമേ ഉള്ളൂ, പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ചില ആളുകളുടെ ചിന്ത എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പാട്ട് മാത്രമേ ഉള്ളൂ, ആരാധന മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഭൂമിയിൽ നമുക്കത് മതി. അല്ല, ഭൂമിയിൽ അത് പോരാ. തെറ്റായിട്ടുള്ള ചിന്താഗതിയാ. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ ഇവിടെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാ. ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങൾക്കും മാലിന്യമുണ്ട്, മാനസാന്തരമില്ല, പാപബോധമില്ല, അനുതാപമില്ല. അതിനെന്ത് വേണം? ദൈവത്തിന്റെ വചനം വേണം. ഇന്ന് നമുക്കിവിടെ ആവശ്യം എന്താണ്? ദൈവവചനം ആവശ്യം. പാട്ട് വേണ്ടാന്നല്ല, ആരാധന വേണ്ടാന്നല്ല. പക്ഷേ പാട്ടിന്റെ പുറകാലെയും ആരാധനയുടെ പുറകാലെയും നാം പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ വിശുദ്ധന്മാരൊന്നും അല്ലെന്ന് ഓർത്തുകൊള്ളണം. വിശുദ്ധന്മാർക്ക് പാട്ടും ആരാധനയും മാത്രം മതി. എന്നാൽ നാം മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തു വേണം? നാം അനുദിനം കഴുകപ്പെട്ടുകൊണ്ടിരിക്കണം. ആ കഴുകപ്പെടണമെന്നുണ്ടെങ്കിൽ വചനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പിശാച് ചെയ്യുന്ന ഒരു കെണിയാണ് ഇതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. എന്താ അവൻ ചെയ്യുന്നത്? വചനത്തിൽ നിന്നും നമ്മളെ അടർത്തി മാറ്റുകയാണ്. വചനത്തിൽ നിന്നും അടർത്തി മാറ്റി സ്വർഗത്തിൽ ആരാധനയാണ്, സ്വർഗത്തിൽ പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മളെ അതിലേക്ക് മാത്രം നയിക്കുന്നു. ഇത് 1-ാം ക്ലാസ് ഒരു തന്ത്രമാണ്, പിശാചിന്റെ തന്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഒറ്റയടിക്ക് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല, എതിർക്കത്തേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കണം, ഇന്ന് നമുക്ക് ആവശ്യം എന്താ? നമുക്ക് ദൈവത്തിന്റെ വചനമാണ് ദൈവമക്കളെ ആവശ്യം. ഈ ദൈവവചനം കേട്ടാലേ നമ്മൾ കഴുകപ്പെടത്തുള്ളൂ.
ഇത്ര നാളും കേട്ടിട്ട് പോലും നിങ്ങൾ ഓർക്കണം, ഈ 16-ാമത്തെ അധ്യായത്തിൽ വരുന്ന 7 ക്രോധകലശം ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞു. എടാ, ക്രോധകലശം 1, 2, 3, 4 വന്നിട്ട് പോലും അന്നുള്ള ജനത്തിന് മാനസാന്തരമില്ല. അവർ ദൈവത്തെ ദുഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ എന്താ ദൈവമക്കളെ, ഇന്നും ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ആവോളം കിട്ടിയിട്ട് നമുക്ക് മാനസാന്തരമില്ല, രൂപാന്തരമില്ല, നമുക്ക് വിശുദ്ധിയുടെ കണിക പോലും ഇല്ലെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുക മാത്രം ചെയ്താൽ മതി, വചനം കേൾക്കണ്ട, അല്ലെങ്കിൽ വചനത്തിന്റെ സമയം കുറച്ചുകൊണ്ട് ആരാധനയും പാട്ടും മതി എന്നുള്ള അതിനൊരു മജോറിറ്റി ടൈം കൊടുത്ത് വചനം കേൾക്കുന്ന കേൾവി കുറയ്ക്കുക. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിശാചിന്റെ മാരകമായ ഒരു തന്ത്രമാണ് ദൈവജനത്തെ വചനത്തിൽ നിന്നും അകറ്റി ആരാധന എന്ന പേരിലും പാട്ടെന്ന പേരിലും അത് കുത്തി നിറച്ച് വചനത്തിൽ നിന്ന് അകറ്റുക. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ പാടിക്കൂ, നീ പാടിയാലേ പറ്റൂ, ഇനി നിനക്ക് പാട്ട് അറിയത്തില്ല, ഞാൻ യേശുദാസും ചിത്രയും ഒന്നും അല്ല, എനിക്ക് നല്ല സ്വരമാധുര്യം ഇല്ല ഒന്നും പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പാടാത്ത വീണയും പാടും, ഇല്ലേ? അങ്ങനെ ഒരു പാട്ടൊക്കെ കണ്ടോണ്ടെന്ന് തോന്നുന്നു. പാടാത്ത വീണയും പാടും. ഇവിടെയും പറഞ്ഞില്ല, വീണ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. എല്ലാത്തിന്റെയും കൈ വീണ കിട്ടും കേട്ടോ. ഇന്ന് കീബോർഡും വീണയും ഒന്നും വായിക്കാൻ അറിയാത്തവരൊക്കെ അന്ന് ഗിറ്റാറും വീണയും ഒക്കെ ഇട്ടോണ്ട് അവിടെ നിൽക്കുമെന്ന് ഓർത്തുകൊള്ളാം. എല്ലാവരുടെ കയ്യിലും വീണ കിട്ടും, എല്ലാവരും പാട്ടുകാരായിട്ട് മാറുകയാണ് അവിടെ. അവിടെ പാടിക്കുന്നേ, അവിടെ ദൈവവചനം ഒന്നും കേൾക്കണ്ട. അവിടെ ദൈവവചനം കേട്ട ആരെയും മാനസാന്തരപ്പെടാൻ വരത്തില്ല. പക്ഷെ ഇവിടെ നീ വചനം കേട്ടാലേ പറ്റൂ. വചനം കേട്ട് മാനസാന്തരപ്പെട്ടാലേ അവിടെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ സംഗീതമാണ്, ഇവിടെ നീ വീണ പിടിച്ചുകൊണ്ട് നിന്നോ, ഇവിടെ ഗിറ്റാർ പിടിച്ചുകൊണ്ട് നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1-ാം ക്ലാസ് ഒരു പൈശാചിക തന്ത്രമാണെന്ന് ഓർത്തോളും. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ വേണം, പക്ഷെങ്കിൽ ആവശ്യത്തിന് മാത്രം. അത് അധികമായി കഴിഞ്ഞാൽ വചനത്തിന്റെ സ്ഥാനം കുറയുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. 2 പാട്ടുകൾ അവരവിടെ പാടുകയാണ്. 1-ാമത്തെ പാട്ട് ആരുടെയാണ്? മോശയുടെ പാട്ടാണ് ഒന്നാമതായിട്ട് അവിടെ പാടുന്നത്. ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ട്, പിന്നെ കുഞ്ഞാടിന്റെ പാട്ട്. ഈ മോശയുടെ പാട്ടെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ചെങ്കടൽ കടന്നതിന് ശേഷം ഒരു പാട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തില് ഒരു പാട്ട് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ പാട്ടിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ആ പാട്ടാണ് ഇവിടെ പാടിയിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത്. ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശക്തിയുടെയും വിടുതലിന്റെയും പാട്ടാണ് മോശയുടെ പാട്ട്. ദൈവശക്തിയുടെയും വിടുതലിന്റെയും പാട്ടാണ് മോശയുടെ പാട്ട്. അതായത് പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായവും ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായവും. ഇവിടെ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ പാടുന്നാട്ടുള്ള പാട്ടാണല്ലോ അത്. പിന്നെ രക്ഷയുടെ ആരംഭത്തിങ്കിൽ പാടുന്നാട്ടുള്ള പാട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 15-ൽ പറയുന്ന പാട്ട് ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുമ്പോൾ കഴിഞ്ഞുള്ള രക്ഷയുടെ ആരംഭത്തിലുള്ള പാട്ട്. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കനാനിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള സമയത്ത് വാഗ്ദത്ത നാട്ടിലായ കനാനിൽ ചെല്ലുന്നതിന് മുമ്പ് പാടുന്നതായിട്ടുള്ള ഒരു പാട്ടിന്റെ അനുഭവം കൂടി ആയിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആവർത്തന പുസ്തകം 32-ൽ പഠിപ്പിച്ചിരിക്കുന്ന മോശയുടെ പാട്ട്, അതാണ് ഇവരിവിടെ പാടുന്നത്. 2 കുഞ്ഞാടിന്റെ പാട്ട്. കുഞ്ഞാടിന്റെ പാട്ട് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തില് പെസഹ അന്ത്യ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവര് സ്തോത്രം പാടി ഗത്സമനയിലേക്ക് പോകുന്നതായ രംഗത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. പാട്ട് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, അവർ സ്തോത്രം പാടി പോകുന്നു. അതാണ് കുഞ്ഞാടിന്റെ പാട്ട് എന്ന് അവിടെ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ കുഞ്ഞാടിന്റെ പാട്ട് കൃപയുടെ പാട്ടായിട്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. മോശയുടെ പാട്ടിന്റെ പ്രത്യേകത എന്താണ്? അത് ദൈവിക ശക്തിയുടെയും വിടുതലിന്റെയും പാട്ടാണ്. എന്നാൽ കുഞ്ഞാടിന്റെ പാട്ടെന്ന് പറയുന്നത് കൃപയുടെ പാട്ടാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ ഇത് രണ്ടും വിമോചന ഗീതങ്ങളാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പാട്ടാണ് ഈ സിംഹാസനത്തിന്റെ മുമ്പിലെ പളുങ്ക് കടലിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരവിടെ പാടുന്നത്. ആ പാട്ടിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നതായിട്ടുള്ളതായ പാട്ടാണ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. 111-ാമത്തെ സങ്കീർത്തനം 2-3 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് അത് കാണാം. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അതിനോട് സമമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന തിരുസന്നിധിയിൽ നമസ്കരിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളും അവന്റെ സർവശക്തിയെയും
അവന്റെ ദിവ്യത്വത്തെയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളതായ മനോഹരമായിട്ടുള്ളതായ പാട്ട്, കുഞ്ഞാടിന്റെയും മോശയുടെയും പാട്ടുകള് ഇവരെ ഈ പളുങ്കുകടലിന്റെ തീരത്ത് ഇരുന്നു കൊണ്ട് രക്ഷിതഗണം പാടുന്നതായ രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നിട്ടുള്ള സമയത്ത് ഇതിന്റെ ശേഷം, പാട്ടിന്റെ ശേഷം, സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. ഞാൻ തൊട്ടു മുമ്പേ ഓർമ്മിപ്പിച്ചിരുന്നു, സ്വർഗത്തിലെ കൂടാരത്തിന്റെ പതിപ്പാണ് മോശയോട് ദൈവം ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞു എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട്? ഒരാലയം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം, സാക്ഷ്യകൂടാരമായ ദൈവാലയം അവിടെ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുദ്ധവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ കഴിയുവോളം ആർക്കും അവിടേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞും ഇല്ല. അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്? 7 ബാധയുള്ള 7 ദൂതന്മാര് ഈ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ളതായ ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് എന്താണ്? ഈ ദൈവാലയം എന്ത് സംഭവിക്കുകയാണ്? ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് 8-ാമത്തെ വാക്യം, ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുള്ളൂ. സാങ്ച്വറി വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഫ്രം ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇനി അവിടെ നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചതിന് ശേഷം വേഗം മുൻപോട്ട് പോകാം. സമാഗമന കൂടാരം പണിത് പൂർത്തീകരിച്ചപ്പോൾ, മോശ സമാഗമന കൂടാരം പണിത് പൂർത്തീകരിച്ചതായിട്ടുള്ള സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഷെഖൈന ഗ്ലോറി, മേഘം വന്ന് ഈ സമാഗമന കൂടാരത്തെ കവർ ചെയ്യുന്നു. ഈ ഷെഖൈന ഗ്ലോറി എവിടേക്ക് വരികയാണ്? ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അതിനെ നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സീനായി മലയിൽ മോശ കയറി ചെല്ലുന്ന സമയത്ത് ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്ന് ആ സീനായി മല നിറഞ്ഞു നിൽക്കുന്ന രംഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നുള്ള ഓർത്തോളം. ഈ സമാഗമന കൂടാരത്തിൽ ഈ തേജസ് നിറയുന്നത് പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 34 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ആ മേഘം കൊണ്ട് വന്ന് മൂടി നിൽക്കുന്ന രംഗം നമുക്ക് കാണാം. മാത്രവുമല്ല, ശലോമോൻ ദൈവാലയം പണിതായിട്ടുള്ള സമയത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളിലും, 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ദൈവത്തിന്റെ തേജസ് മേഘം പോലെ അവിടെ വന്ന് ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മേഘം എന്ന് പറയുന്നത് ദൈവ കൃപയെ കാണിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. മേഘം ദൈവകൃപ, അതായത് സമാഗമന കൂടാരത്തിലും യെരുശലേം ദേവാലയത്തിലും, ശലോമോൻ പണിത യെരുശലേം ദേവാലയത്തിലും മേഘം വന്ന് മൂടുന്നു, ദൈവകൃപ വന്ന് മൂടുന്നു. അവിടെ പുക കൊണ്ട് മൂടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. പുക എന്ന് പറയുന്നത് ദൈവിക ന്യായവിധിയെ കാണിക്കുന്നതാണ്. ഇവിടെ എന്താണ്? സ്വർഗത്തിലെ ദേവാലയത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? പുക കൊണ്ട് മൂടുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ പുക കൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായവിധി. മേഘം ദൈവത്തിന്റെ കൃപയെ കാണിക്കുന്നുവെങ്കിൽ പുക ദൈവത്തിന്റെ ന്യായവിധിയെ കാണിക്കുന്നതാണ് എന്നുള്ളത് അവിടെ ഓർത്തുകൊള്ളണം. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അവസാനത്തെ വാക്യം എന്താണ്? 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുമ്പോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഓർത്തുകൊള്ളാം. അതായത് അതിന്റെ അർത്ഥം എന്താകുന്നു എന്ന് ചോദിച്ചാല്, ന്യായവിധിയുടെ ദിവസത്തില് ദൈവാലയത്തിൽ ദൈവസന്നിധിയിലേക്ക് കടപ്പാനായിട്ട് ആർക്കും കഴിയുന്നതല്ല എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? അവിടെ ഒരു മധ്യസ്ഥതയും ഏൽക്കത്തില്ല, ഒരു പ്ലീഡിങ് പരിപാടിയും അവിടെ പറ്റത്തില്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുക. ആ തീരുമാനത്തിൽ നിന്ന് ഇനി അണുവിട വ്യതിചലിക്കത്തില്ല. ദൈവക്രോധം പകരപ്പെട്ട് കഴിഞ്ഞു, അത് പകരുവാനായിട്ട് പോവുകയാണ്. കൊടുത്തു കഴിഞ്ഞു, അത് പകരുവാനായിട്ട് പോവുകയാണ്. ആലയം പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആലയത്തിലേക്ക് ഇനി ആർക്കും കടക്കുവാനായിട്ട് സാധ്യമല്ല. ആർക്കും അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണ്? ഇനിയും
ഒരു മധ്യസ്ഥതയ്ക്കും ഒരു പ്രാർത്ഥനയ്ക്കും ഒരു കണ്ണുനീരിനും ദൈവത്തിന്റെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അതിന് ഉപോത്ബലകമായിട്ട് ചില വാക്യങ്ങളുണ്ട്. സദൃശവാക്യങ്ങൾ 1-ാമത്തെ അധ്യായം, സദൃശവാക്യങ്ങൾ 1-ാമത്തെ അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സദൃശവാക്യങ്ങൾ 1-ാമത്തെ അധ്യായം 24 മുതലുള്ളതായ വാക്യങ്ങൾ. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയും ഇല്ല. എന്താ പറഞ്ഞെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും ഇരിക്കുന്നു. ഇന്നെന്താ ദൈവമക്കളെ ചെയ്യുന്നതെന്നറിയാമോ? ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലേ, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഇന്ന് യേശു കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? നിൽക്കാൻ താല്പര്യമുണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കാൻ താല്പര്യമുണ്ടോ? ഒരു താല്പര്യവുമില്ല. അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇനി നീ വിളിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി ഒരു വാക്യം നോക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എസെക്കിയേൽ 8:18. 8:18 ഇപ്രകാരം പറയുന്നു, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്യും. ആദ്യം നമ്മൾ വായിച്ചത് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല, പിന്മാറിപ്പോകുന്നു. ഇനി നമ്മൾ വിളിക്കും. അപ്പൊ എന്താ കർത്താവ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? കർത്താവ് കേൾക്കത്തില്ലെന്നാ പറയുന്നത് അല്ലെ. ഞാൻ കരുണ കാണിക്കത്തില്ല, എന്റെ കണ്ണ് ആദരിക്കുകയില്ല, പിന്നെ അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല. എന്താ നമ്മളിവിടെ കണ്ടത്? ആലയം പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മധ്യസ്ഥതയ്ക്കും ഒരു കണ്ണുനീരിനും ഒരു പ്രാർത്ഥനയ്ക്കും ദൈവിക തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ 7 പൊൻകലശം ഭൂമിയിലേക്ക് ഒഴിക്കുവാനായിട്ട് തുടങ്ങുന്നതായ രംഗം, ആ രംഗത്തോടുകൂടെ ആ അധ്യായം അവസാനിക്കുകയാണ്. 16-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 പൊൻകലശങ്ങൾ അവിടെ ഒഴിക്കുന്നതായിട്ടുള്ള രംഗവുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് ഓർത്തുകൊള്ളാം. 2-3 മിനിറ്റ് കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. 16-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീനെന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഒന്നാമത്തെ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുന്നതായിട്ടുള്ള രംഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 1-ാമത്തെ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഇന്നത്തെ സ്റ്റഡി ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തീർക്കുകയാണ്. ഇനി നമുക്ക് ഒരു വാക്യത്തിലേക്കൊന്ന് പെട്ടെന്ന് വരാം. റെവലേഷനിൽ തന്നെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, 5:8. അവിടെ പറഞ്ഞിരിക്കുന്നത് 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു കൊള്ളുക. 5:8 വാക്യം വേണമെങ്കിൽ മുകളിൽ മുതൽ വായിക്കാം. 6-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും
24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. കണ്ടോ? എന്നാ കണ്ടു? അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ധൂപകലശം അല്ലെ? പൊൻ ധൂപകലശം. ഇനി നമ്മൾ ഇവിടെ എന്താ കണ്ടത്? ഇവിടെയും കാണുന്നത് എന്താ? 7 പൊൻ ധൂപ കലശം എന്നല്ലേ നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിഞ്ഞത്? 7-ാമത്തെ വാക്യത്തിൽ, 15-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കണ്ടത്? ക്രോധം നിറഞ്ഞ 7 പൊൻകലശം. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത്, 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത് 8-ാമത്തെ അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് 3-ാമത്തെ വാക്യം. 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 2 വാക്യങ്ങൾ കാണിച്ചു തന്നു. വല്ലോ മനസ്സിലായോ? എന്നതാ പറഞ്ഞേക്കുന്നത്? എന്നതാ സംഭവം ഇങ്ങോട്ട് വരുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ ധൂപകലശം. ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്താ? 8-ാമത്തെ അധ്യായം ഒന്നുകൂടെ വായിച്ചോ. അവിടെ അരമണിക്കൂറോളം എന്താ പറയുന്നത്, മൗനം ഉണ്ടായതായിട്ട് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യാഗപീഠത്തിന്റെ അരികിൽ നിന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണല്ലോ അവിടേക്ക് വരുന്നത് എന്ന് ഓർത്തു വേണം. അതായത് അറുക്കപ്പെട്ടതായ കുഞ്ഞാടുകളുടെ, അറുക്കപ്പെട്ടതായിട്ടുള്ള ആൾക്കാരുടെ ആത്മാക്കളാണ് അവിടെ ഉള്ളതെന്ന് ഓർത്തു വേണം. അതായത് 6-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 6-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്നവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയാക്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരുടെ സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. ആരുടെ പ്രാർത്ഥനയാണ്? അറുക്കപ്പെട്ടതായ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഇന്ന് നീതി ലഭിക്കാതെ പീഡിപ്പിക്കപ്പെടുന്നതായ, ലോകത്തിന്റെ മുമ്പിൽ പരിഹാസികളും നിന്ദക്കാരുമായി മാറുന്നതായ, തെറ്റിദ്ധരിക്കപ്പെടുന്നതായ, മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതായ, തങ്ങളുടെ നിസ്സഹായത ആരുടെയും മുമ്പിൽ തെളിയിക്കുവാൻ കഴിയാതെ നിൽക്കുന്നതായ അനുഭവങ്ങളുള്ളവർ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ കണ്ടല്ലോ. ഒരു പോലീസുകാരി എന്താണ്, തന്റെ ഫോൺ ഒരു കൊച്ചു കുഞ്ഞ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കള്ളിയാക്കി സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തിയതായിട്ടുള്ള കാഴ്ച. കുറെ സമയത്തേക്കെങ്കിലും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പിതാവ് തങ്ങൾ ചെയ്യാത്തതായ കുറ്റത്തിന് സങ്കടപ്പെട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥ. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 35 38 ദിവസം ജയിലിൽ ക്രൂരമായ പോലീസുകാരുടെ പീഡനത്തിന് ഇരയായി തീർന്ന വാർത്ത നമ്മൾ കേട്ടു. ചെയ്യാത്ത കുറ്റത്തിന് ലോകത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നതായിട്ടുള്ള അനുഭവം. അങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരും അവരുടെ ഹൃദയത്തിന്റെ വേദനയും അതിന്റെ ആഴം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അളക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അത് അളക്കുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. അങ്ങനെ ഉള്ളതായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ യാഗപീഠത്തിന്റെ കീഴിൽ അറക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ആത്മാക്കൾ ദൈവത്തോടെ ചോദിച്ചതുപോലെ ചോദിക്കും, എന്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഞങ്ങളുടെ നിസ്സഹായത ദൈവമേ അവിടുന്ന് നീ മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് നീ പ്രവർത്തിക്കുന്നില്ല? 1000 ചോദ്യങ്ങൾ ഉയരും. നമ്മളും ചില നിമിഷങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരിക്കാം. ഇവിടെ എന്താ പറയുന്നത്? നിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണുനീർ, ഒരു തുള്ളി കണ്ണുനീര് പോലും വെറുതെ പാഴായി പോകുന്നില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. നിന്ദിക്കപ്പെട്ടപ്പോൾ, പരിഹസിക്കപ്പെട്ടപ്പോൾ, കുറ്റം ചാർത്തപ്പെട്ടപ്പോൾ, മറ്റുള്ളവരാൽ വിധിക്കപ്പെട്ടപ്പോൾ, മനസ്സാവാച അറിയാത്ത കാര്യത്തിന് പരിഹാസിയായി നിന്നു കൊടുക്കേണ്ടി വന്നപ്പോൾ, നിസ്സഹായരായി നിന്നു പോയപ്പോൾ
എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയപ്പോൾ ഹൃദയം നുറുങ്ങിയത് കർത്താവ് കണ്ടിട്ടുണ്ട്. അന്നേരം ഓർത്ത് കാണും, അന്നേരം ചിന്തിച്ചു കാണും, അന്നേരം ചോദ്യങ്ങൾ ചോദിച്ചു കാണും. എന്തുകൊണ്ട് കർത്താവെ എന്റെ നിസ്സഹായത എനിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് നീതി കിട്ടുന്നില്ല? ദൈവമക്കളെ, നീതി കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശം ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുകയാണ്. അന്ന് നീ പരിഹസിക്കപ്പെട്ടതിന്, നിന്ദിക്കപ്പെട്ടതിന്, നിനക്ക് നീതി കിട്ടാതെ പോയതിന്, നിന്റെ ഹൃദയം മുറിഞ്ഞതിന്, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയതിന്, എല്ലാത്തിനും പരിസമാപ്തി വരുത്തുന്നതായ ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രതികാരം ചെയ്യും. ദൈവം പ്രതികാരം ചെയ്യും. ഈ അറുക്കപ്പെട്ടതായിട്ടുള്ള ഇന്ന് അന്തിക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കള്ളപ്രവാചകനോട് ചേർന്ന് നിന്നുകൊണ്ട്, പിശാചിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ ജനത്തെ ഉപദ്രവിക്കുന്നതായ, ഒരു മാനസാന്തരവും ഒരു രൂപാന്തരവും ഇല്ലാത്തതായ സകല എണ്ണത്തിന്റെ മേലും, സകല ജനത്തിന്റെ മേലും ദൈവത്തിന്റെ കോപത്തിന്റെ ക്രോധം ഇറങ്ങിയിരിക്കും. അത് അച്ചട്ടാണ്, അത് കൃത്യമായിട്ട് നടക്കുന്നതാണ്. 7 ക്രോധകലശത്തിൽ അവൻ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ ആരുടെ മേലാ അത് ഇറങ്ങുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്നതായിട്ടുള്ളതായ ഈ അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ളവന്റെ മേൽ, അന്തിക്രിസ്തുവിനെ ആരാധിക്കുന്നവന്റെ മേൽ, അവന്റെ പ്രതിമ വണങ്ങുന്നവന്റെ മേൽ, ദൈവ വചനത്തെ നിന്ദിക്കുന്നതായ സകല എണ്ണത്തിന്റെ മേലും ഇതിറങ്ങുമെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ പീഡിപ്പിച്ചവർക്കും, നമ്മളെ നിന്ദിച്ചവർക്കും, നമ്മളെ പരിഹസിച്ചവർക്കും ദൈവം നമ്മുടെ കൺമുമ്പിൽ മറുപടി കൊടുത്തു എന്ന് വരികയില്ല. പക്ഷേ നിന്റെ കണ്ണാൽ തന്നെ നിനക്കത് കാണുവാനായിട്ട് കഴിയും. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നീ ഒരിക്കൽ കരഞ്ഞതിന്റെ ആ ഫലം ഇവിടെ സംഭവിക്കുവാനായിട്ട് പോകുന്നു. നിന്നെ കരയിപ്പിച്ചവർക്ക്, വേദനിപ്പിച്ചവർക്ക്, ഈ ലോകം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകം നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് മറുപടി കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രതികാരം ദൈവത്തിനുള്ളതാണ്, യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല. കരയിപ്പിച്ചവർക്ക്, വേദനിപ്പിച്ചവർക്ക്, പരിഹസിച്ചവർക്ക് ഒരുത്തർക്കെതിരെയും ഒരാക്ഷനും എടുക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളം നീർന്നതും മുറിയുന്നതും കാണുന്ന ഒരു കർത്താവുണ്ട്. മറുപടി അവൻ കൊടുത്തോളും. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ദൈവം ചരതിച്ചു വെച്ചതായിട്ടുള്ള ക്രോധം, ആ ക്രോധകലശം ഒഴിക്കുന്ന രംഗമാണ് 16-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ദൈവം അനുവദിക്കുന്ന വർഷം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ 16-ാമത്തെ അധ്യായത്തിലെ 7 ക്രോധകലശത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ രാത്രിയിൽ നമ്മൾ കേട്ടതായിട്ടുള്ള തിരുവചനം മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നു. ദൈവം ക്രോധം ചരതിച്ചു വെച്ചിരിക്കുന്നു, അത് ഒഴിക്കുവാനായിട്ട് പോകുന്നു. മനസാന്തരപ്പെടാം, രൂപാന്തരപ്പെടാം, ദൈവ വഴികളിൽ നടക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവജനത്തെ സ്നേഹിക്കാം, ദൈവവചനത്തെ സ്നേഹിക്കാം. അതിനായിട്ട് സർവശക്തി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധ്യയിലെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.